എന്നെ പറ്റി പലതും പറയാറുണ്ട്. ഞാൻ ഇതൊന്നും വെളിവാക്കാൻ വിചാരിച്ചല്ല. എന്റെ കൈകളിൽ 2 മക്കൾ വളരുന്നുണ്ട്. എന്റെ 6 മക്കൾക്ക് പുറമെ അതിലൊന്നൊരു ഹിന്ദു ചെറിയ കുട്ടിയാ, ഒരു ഹിന്ദു സ്ത്രീ. ഭർത്താവ് എവിടെയെന്ന് അവർക്കറിയില്ല. അവർക്ക് മാനസിക രോഗമായി ഭർത്താവ് അവരെ ഉപേക്ഷിച്ചപ്പോ. അങ്ങനെ അവർ പ്രസവിച്ചു, മെന്റലി ഡിസോർഡറായി. 3 മാസം കഴിഞ്ഞപ്പോ ആ കുഞ്ഞിനെ വിട്ട് അവരെവിടെയോ പോയി. ആർക്കും അറിയില്ല. ഈ വാർത്ത എന്റെ ചെവിയിലെത്തി. ഞാൻ പറഞ്ഞു, അരുത്, ഒരാൾക്ക് കൊടുക്കരുത്, എനിക്ക് തന്നേക്കണേ. ആ പിഞ്ചു പൈതൽ ആരോട്ടെ, അവൻ എനിക്ക് തന്നേക്കണേ. ഞാൻ തീർത്തു പറയും നിങ്ങളോട്, ഒരു കറുത്ത് ഉണങ്ങി മുലപ്പാല് കിട്ടാതെ കരഞ്ഞ ഒരു എന്താ നമ്മൾ പറയും, ഒരു കാക്കുകുഞ്ഞിനെ പോലൊരു കുഞ്ഞിനെ എന്റെ കയ്യിൽ വെച്ച് തരുമ്പോ സന്തോഷം കൊണ്ട് ഏതോ ഒരു സ്ത്രീ, എനിക്കവരെ മുഖം പോലും അറിയില്ല, ഞാൻ അവരുടെ കയ്യിൽ, അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഈ കുട്ടിനെ എനിക്ക് പോറ്റാൻ പറ്റില്ല, എനിക്ക് വീട് പോലും ഇല്ല, ഞാനൊരു ടെന്റിലാ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് നന്നാക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടേ? അപ്പൊ അവർ പറഞ്ഞു, 1 ലക്ഷം റുപ്യ കിട്ടതാ, ഇത് കൊണ്ടുപോയിക്കളാ, കുഞ്ഞിനെ നിങ്ങൾക്ക് പറ്റില്ല, ഇങ്ങോട്ട് തന്നേക്ക്, കൊല്ലരുത് കേട്ടോ, എനിക്കിങ്ങോട്ട് തന്നേക്ക്. ആ മോന് നിന്റെ മക്കളുടെ കൂടെ വളരുന്നുണ്ട്, എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഒരേ ബെഞ്ചിലിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ഭീകരവാദി എന്ന് വിളിച്ചവരോട് എനിക്ക് വിരോധമില്ല. ലോകത്ത് നന്മക്ക് വേണ്ടി ജീവിച്ചവരൊന്നും ജനങ്ങൾ കല്ലെറിഞ്ഞിട്ടുണ്ട്, കൂക്ക് വിളിച്ചിട്ടുണ്ട്. അറിയ നിങ്ങൾക്ക്, കഴിഞ്ഞ ദിവസം പോലീസുകാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, തെണ്ടി എടുക്കുന്ന ഒരു കുട്ടിയുണ്ട്, 13 വയസ്സായി, നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നന്നാവുന്ന ഇവിടുന്ന് ചിലർ പറയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുപോകുമെന്ന്. ചോദിച്ചു നോക്കേ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ എസ്ഐനോട് ചോദിച്ചു നോക്കേ, ലോകത്താരും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച, ആരും ഏറ്റെടുക്കാത്ത കുട്ടിയെ ആരെ ഏറ്റെടുത്തുവെന്ന്. ഈ കൈകൾ ഏറ്റെടുത്തു. അങ്ങനെ എന്നെ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. കാരണം ഇവിടുത്തെ ഹിന്ദു മുസ്ലിമും അള്ളാന്റെ അടിമയാണെന്നും ആദമവ ദമ്പതികളുടെ മക്കളാണെന്നും മതത്തിന്റെ ആശയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ആശയങ്ങളിൽ കണിശത പുലർത്തി മാറിയിക്കാം, മനുഷ്യത്വത്തിന്റെ പേരിൽ അത് പാടില്ലെന്ന് പഠിപ്പിച്ചു. അത് വളരെ